ഹായ് മക്കളെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്യാപ്സ്യൂൾ സീരീസിലേക്ക് സ്വാഗതം. നമ്മളെ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മുടെ ആനിമൽ കിങ്ഡം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി നമ്മുടെ സുവോളജിയിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, ഏതായിരിക്കും ഏത് ജീവനെ കുറിച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്രോഗിനെ കുറിച്ചിട്ടാണ്. ഏത് ഫ്രോഗ്? നമ്മുടെ ഇന്ത്യയില് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ, എന്താണ് ഇന്ത്യയിലെ തന്നെ നമ്മുടെ കോമൺ സ്പീഷീസ് ആയിട്ടുള്ളത് റാണ ടൈഗ്രീന എന്ന് പറയുന്ന ഫ്രോഗാണ്. അപ്പോ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ ഫ്രോഗിന്റെ അനാട്ടമി, മോർഫോളജി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇത്. ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. നമ്മൾ അനിമൽ കിങ്ഡം ഏറ്റവും ഇമ്പോർട്ടന്റും അതുപോലെ ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ 2 വീഡിയോയിലായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് നമ്മൾ ഈ സ്ട്രക്ചറൽ ആൻഡ് ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന ചാപ്റ്റർ നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾ വിചാരിക്കേണ്ട അയ്യോ അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എന്തായാലും ആ ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് ചോദിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറഞ്ഞ വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നല്ല മക്കളായിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി പഠിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, സെറ്റ് അല്ല എല്ലാവരും? അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഫ്രോഗ്സ് റാണ ടൈഗ്രീന. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലത്തെ കോമൺ സ്പീഷീസ് ആണ്, അതായത് ഫ്രോഗിന്റെ മെയിൻ ആയിട്ടുള്ള കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്പീഷീസ് ആണ് ഇത് റാണ ടൈഗ്രീന എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കാട്ടാ. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വേഗം എന്താ ചെയ്യാ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കാണുമ്പോൾ ശരിയുള്ളതാണ് എന്ന് വിചാരിച്ച് ശരിക്കുള്ള, അതായത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതാൻ സാധ്യത. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റോങ്, തെറ്റായിട്ടുള്ളത്. റാണ ടൈഗ്രീനെ കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നന്നായിട്ട് വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം. ആദ്യം അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാം. ആൻസർ പറയണേക്കാൾ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഈ പറഞ്ഞ റാണ ടൈഗ്രീനയുടെ പ്രത്യേകതകൾ, ഫ്രോഗിന്റെ കാര്യങ്ങളെ കുറിച്ച്, ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നോക്കിയടാ മക്കളെ. സിസ്റ്റമിക് പൊസിഷൻ, അതായത് ഈ ഫ്രോഗ് ഏത് ഫൈലത്തിലാണ് ഈ ഫ്രോഗ് ഉൾപ്പെടുന്നത്? ഫ്രോഗ് ഉൾപ്പെടുന്ന ഫൈലം ചോദിച്ചാൽ ഏത് പറയണം? കോർഡാറ്റയാണ്. ക്ലാസ് ആംഫീബിയ, ജീനസ് റാണ, സ്പീഷീസ് ടൈഗ്രീന. നമ്മൾ പഠിച്ചതാണ് അല്ലെ, പെട്ടെന്ന് മനസ്സിലാവും, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഇനി അടുത്ത് നോക്കിയേ, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നോക്കിയേ, റാണ ടൈഗ്രീന ഈസ് ദ മോസ്റ്റ് കോമൺ സ്പീഷീസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഫ്രോഗിന്റെ ഇനമാണ്, സ്പീഷീസ് ആണ് ഇത് റാണ ടൈഗ്രീന എന്ന് പറയുന്നത്. നോക്കിയേ, ദേ ആർ പോക്കിലോതേർമസ്. നമ്മൾ കഴിഞ്ഞ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചുല്ലേ, കോൾഡ് ബ്ലഡഡ്, പോക്കിലോതേർമ, ഹോമിയോതേർമസ് ഒക്കെ പഠിച്ചുല്ലേ, വാം ബ്ലഡഡ്. അപ്പൊ ഇവർക്ക് എന്താണ്? ഇവർക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഒന്നുമില്ല, ബോഡി ടെമ്പറേച്ചർ ഇല്ല. അവരുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് കോൾഡ് ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ. അടുത്തത് ദേ ക്യാൻ ചേഞ്ച് കളർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടാ ഈ കാമോഫ്ലേജ് മിമിക്രി എന്ന് പറയുന്നത്. ദേ ക്യാൻ ചേഞ്ച് കളർ ടു ഹൈഡ് ദം ഫ്രം ദെയർ എനിമീസ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിമീസിൽ നിന്ന് ഹൈഡ് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അത് കാമോഫ്ലേജ് എന്നറിയപ്പെടും. മനസ്സിലായ? അടുത്തതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡ്യൂറിങ് സമ്മർ ആൻഡ് വിന്റർ, വേനൽക്കാലത്തും തണുപ്പ് കാലത്തും ഇവരങ്ങനെ ആക്റ്റീവ് ആയിരിക്കില്ല. കാരണം അവരെ പോക്കിലോതേർമസ് ആണെന്ന് പറഞ്ഞില്ലേ, കോൾഡ് ബ്ലഡഡ് ആയതുകൊണ്ട് തന്നെ അവർ ആക്റ്റീവ് ആയിരിക്കില്ല, അവർ ഇൻആക്റ്റീവ് സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ നോക്കിയേ, എസ്റ്റിവേഷൻ സമ്മറിലാണെങ്കിൽ ആ സമ്മർ സ്ലീപ്പിനെ അറിയപ്പെടുന്നതാണ് എസ്റ്റിവേഷൻ. ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. സമ്മർ സ്ലീപ്പ് ഏതാണ്? എസ്റ്റിവേഷൻ. അതായത് അവർ ഇൻആക്റ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നത്, അവരുടെ ശരീരത്തിൽ ഒരു പ്രവർത്തനം നടത്താതെ ഇൻആക്റ്റീവ് സ്റ്റേജിൽ കിടക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സമ്മർ സ്ലീപ്പ്. സമ്മർ സീസണിലാണ്. ഇനി അടുത്ത നോക്കിയേ, ഹൈബർനേഷൻ, അതായത് വിന്റർ സ്ലീപ്പ്. വിന്ററിലാണ് അങ്ങനെ പോകുന്നതെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഹൈബർനേഷൻ. ഈ 2 പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്, എസ്റ്റിവേഷനും ഹൈബർനേഷനും. ഓക്കെ, അടുത്ത നോക്കിയേ, മോർഫോളജി. മോർഫോളജി എന്ന് പറയുമ്പോൾ പുറമേയുള്ള സ്ട്രക്ചറിനെ കുറിച്ചാണ് മോർഫോളജി എന്ന് പറയുന്നത് അല്ലെ. നോക്കിയിട്ട് മക്കളെ, സ്കിൻ, തവളയുടെ സ്കിന്നിന്റെ പ്രത്യേകത എന്താണ്? സ്കിൻ ഈസ് സ്മൂത്ത് ആൻഡ് സ്ലിപ്പറി ഡ്യൂ ടു പ്രസൻസ് ഓഫ് മ്യൂക്കസ്. എന്താണ്? നമുക്കറിയാലോ, ഒരു കൊഴുപ്പുള്ള ഒരു ശരീരമാണ് ഇതെന്ന് പറഞ്ഞാല് ഈ തവളയുടെ. കാരണം ഒരു മ്യൂക്കസ് സ്കിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂക്കസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്. അടുത്തത്, സ്കിൻ ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻ ഇൻ എ മോയിസ്റ്റ് കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം എപ്പോൾ എന്തായിരിക്കും? ഒരു നനവുള്ള ടൈപ്പ് ആയിരിക്കും. ദ കളർ ഓഫ് ഡോർസൽ സൈഡ് ഓഫ് ബോഡി ഈസ് ജനറലി ഒലീവ് വിത്ത് ഡാർക്ക് ഇറഗുലർ സ്പോട്സ്. അതായത് നമ്മുടെ റാണ ടൈഗ്രീനയുടെ മോർഫോളജിയാണ് പറയുന്നത്.
അപ്പൊ നോക്കിയേ ഇവരുടെ സ്ട്രക്ചർ നോക്കിയേ, ഒരു ജനറലി എന്തായിരിക്കും, ഒരു ഒലീവ് ഗ്രീൻ കളറാണ് ഇവരുടെ ശരീരത്തിനുള്ളത്. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഇറഗുലർ പാച്ചസ് കാണാൻ പറ്റൂ അല്ലെ, കണ്ട ഇവരുടെ ശരീരത്തില്. അതേപോലെ തന്നെ വെൻട്രൽ സൈഡ്, വെൻട്രൽ എന്ന് പറയുമ്പോൾ താഴ്ഭാഗം ഈ ഒരു ഭാഗം കേട്ടോ, താഴ്ഭാഗം. വെൻട്രൽ സൈഡ് എങ്ങനെയായിരിക്കും, പെയിൻ യെല്ലോ, ഒരു ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കും ഇവരുടെ ശരീരം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് നോക്കിയത്, ഫ്രോഗ് നെവർ ഡ്രിങ്ക്സ് വാട്ടർ ബട്ട് അബ്സോർബ് ഇറ്റ് ത്രൂ സ്കിൻ. പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഈ പ്രാവശ്യം എക്സാമിന്. എന്താണ്, ഫ്രോഗ് ഒരിക്കലും വെള്ളം കുടിക്കില്ല. നമുക്കറിയാം ആംഫിബിയനിൽ വരുന്നതാണല്ലേ ഫ്രോഗ്. വെള്ളത്തിലും അതുപോലെ കരയിലും ജീവിക്കാൻ പറ്റുന്ന ജീവിയാണ്. പക്ഷെ എങ്കിലും അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വെള്ളം കുടിക്കാനായിട്ട് സാധിക്കില്ല. പകരം അവരെങ്ങനെയാണ് വെള്ളം അബ്സോർബ് ചെയ്യുന്നത്, അവരെ സ്കിന്ന് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അടുത്ത് നോക്കിയേ, ബോഡി, അവരുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ ഫ്രോഗിന്റെ ശരീരം എങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹെഡും ട്രങ്കും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. അവർക്ക് നെക്കോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായില്ല അല്ലെ. ഒരു ഹെഡും ഉണ്ട്, അതിന്റെ ഉടലിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്രങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഹെഡും ട്രങ്ക് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതെ നെക്കും ടെയിലും എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. നെക്കോ ടെയിലോ ഇല്ല. അടുത്ത നോക്കിയേ, ഹെഡ്, തലയിൽ എന്തൊക്കെയുണ്ട് നോക്കിയേ, ഒരു മൗത്ത് ഉണ്ടാവും അല്ലെ, മൗത്ത് ഉണ്ടാവും. ഈ മൗത്തിന് മുകളിലായിട്ട് എന്തുണ്ട്, നോസ്ട്രിൽസ് ഉണ്ട് അല്ലെ. ന്യൂസിന്റെ ഓപ്പണിങ്ങിനെയാണ് നമ്മളെ നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഐസ് ആർ ബൾജ്ഡ്, അതറിയാം നമുക്ക് അല്ലെ. തവളയുടെ കണ്ണൊക്കെ എങ്ങനെയാണ് തുറച്ചിരിക്കുന്നതാണ്, ബൾജ്ഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, ബൾജ്ഡ് ആണ്. അതേപോലെ കവേർഡ് ബൈ നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ, അവർക്ക് എന്തുണ്ട്, ഒരു അടപ്പ്, നമ്മുടെ ഐലിഡിന് പുറമെ അവർക്ക് എന്തുണ്ട്, ഒരു നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ട്, അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ ദാറ്റ് പ്രൊട്ടക്ട്സ് ദം വൈൽ ഇൻ വാട്ടർ, ായിരിക്കുമ്പോൾ അതിന്റെ കണ്ണിലേക്ക് ഒന്നും വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്, നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഐദർ സൈഡ് ഓഫ് ഐസ്, ഐസിന് രണ്ട് സൈഡിലായിട്ട് എന്തുണ്ട്, ടിംബാനമാണ്. അവിടെ പിന്നെ എന്താ, നമ്മുടെ ഇതിനെയാണ്, ഈ പുറമേയുള്ള എക്സ്റ്റേണൽ ഇയറിനെയാണ് എന്തെന്ന് പറഞ്ഞ പിന്നെ. അവർക്ക് ഈ പറഞ്ഞ സാധനം ഉണ്ടാ ഇല്ല അല്ലെ. അപ്പൊ അതിനെന്താ പറയാ, ടിംബാനം. അവർക്ക് എന്താണുള്ളത്, ടിംബാനമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രസന്റ് ആയിട്ടിരിക്കുന്നത്. അടുത്ത നോക്കിയേ, ലിംസ്, കൈകാലുകളെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണുള്ളത്, 4 ലിംസ് ഉണ്ട്, ഹൈൻ ലിംസ് ഉണ്ട്, മുൻകാലുകളുണ്ട് പിൻകാലുകളുണ്ട് അല്ലെ. എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്, സ്വിമ്മിങ്ങിന്, വാക്കിംഗ്, ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചാടാൻ അല്ലെ, ചാടാനായിട്ട് നമ്മൾ തവള ചാട്ടം എന്നൊക്കെ പറയൂലേ, അതുപോലെ ചാടാനായിട്ട്, ലീപ്പിംഗ്, ബറോയിങ്, കുഴി ഉണ്ടാക്കാനായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 4 ലിംബും ഹൈൻ ലിംബും ഒക്കെ സഹായിക്കുന്നുണ്ട്. അടുത്ത് നോക്കിയേ, ഹൈൻ ലിംസ് end in 5 digits. ശ്രദ്ധിക്കുക, ഹൈൻ ലിംബ്, പിൻകാലുകൾക്ക് 5 വിരലുകളാണുള്ളത്, 5 ഡിജിറ്റുകളാണുള്ളത്. അത് they are larger and muscular than 4 limbs that ends in 4 digits. അതായത് മുൻകാലുകളില് ആകെ 4 വിരലുകളേ ഉള്ളൂ, പിൻകാലുകളിലാണെങ്കിൽ 5 വിരലുകളാണുള്ളത്. ഈ പിൻകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകാലിനേക്കാളും നീളം കൂടിയതും മസ്കുലാറുമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് എന്ത് ചെയ്യണം, ലീപ്പ് ചെയ്യണം, വേണ്ടേ, ചാടാനായിട്ട് അല്ലെ. പിൻകാല് കുത്തിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ചാടുന്നത്. അപ്പൊ അതിന് ചാടാൻ, ലീപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിൻകാലുകൾക്ക് എന്താണ്, നീളം കൂടുതലും അതുപോലെ മസ്കുലാറും ആയിരിക്കും. ഓക്കെ, അടുത്ത നോക്കിയേ, ഫീറ്റ് ഹാവ് വെബ്ഡ് ഡിജിറ്റ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ സ്വിമ്മിങ്. അവരുടെ ഫീറ്റ് നമുക്ക് ആ പിക്ചർ നോക്കാം. അവരുടെ ഫീറ്റ് നോക്കിയേ, ഇതിന്റെ ഇടയിലായിട്ട് എന്തുണ്ടാവും, ഒരു സ്കിൻ ഉണ്ടാവും അല്ലെ. സ്കിന്നിന്റെ ലെയർ കണ്ട, അതേട്ടാ കണ്ട, ഫീറ്റ് എന്താണ്, വെബ്ഡ് ആണ്. അതായത് ഈ 2 വിരലുകൾക്കിടയിൽ എന്താ, സ്കിന്നിന്റെ ലെയർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെബ്ഡ് എന്ന് പറയുന്നത്. അതിനെന്തിനാണ് സഹായിക്കണേ എന്ന് ചോദിച്ചാല് അതെന്തിനു സഹായിക്കുന്നുണ്ട്, എവിടെ, വെബ്ഡ് ദാറ്റ് സ്വിമ്മിങ് താറാവിനെ കണ്ടിട്ടില്ലേ, അപ്പൊ സ്വിമ്മിങ്ങിനെ സഹായിക്കുന്നുണ്ട്. നോക്കിയേ, അതാണ് എന്തെന്ന് പറയണത്, നമ്മുടെ ഫീച്ചേഴ്സ്, മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നമ്മളോട് ചോദ്യം എന്താണ് ചോദിച്ചിരുന്നത്, അപ്പൊ കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ്, ഇതിൽ നിന്ന് നമുക്ക് ഇനി തെരഞ്ഞെടുക്കാൻ പറ്റുമല്ലോ, ഏതായിരിക്കും റോങ് സ്റ്റേറ്റ്മെന്റ്. ബോഡി ഈസ് ഡിവൈസബിൾ ഇൻ ടു ഹെഡ്, നെക്ക് ആൻഡ് ട്രങ്ക് ബട്ട് ടെയിൽ ഈസ് ആബ്സെന്റ്. ആണോ, അങ്ങനെയാണോ? പെട്ടെന്ന് നമ്മൾ കാണുമ്പോ അതാ ശരിയാണല്ലോ എന്ന് വിചാരിക്കും അല്ലെ. പക്ഷെ ഇവിടെ നോക്കിയാൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബോഡി ഈസ് ഡിവൈസബിൾ ഇൻ ടു ഹെഡ്, നെക്ക് ആൻഡ് ട്രങ്ക് ബട്ട് ടെയിൽ ഇല്ലാന്ന് മനസ്സിലായി. പക്ഷെ ഇവിടെ നെക്ക് ഉണ്ടെന്ന് പറയുന്നത് അത് ശരിയാണോ, നെക്ക് ഉണ്ടാ, കഴുത്തുണ്ട്, അത് അവിടെ ഇല്ല അല്ലെ. അപ്പൊ ഇത് തെറ്റായിട്ടുള്ളതാണ് അല്ലെ. അടുത്ത നോക്കിയേ, സ്കിൻ ഈസ് മോയിസ്റ്റ്, സ്മൂത്ത് ആൻഡ് സ്ലിപ്പറി ഡ്യൂ ടു മ്യൂക്കസ്. അത് ശരിയാണ് അല്ലെ, മ്യൂക്കസ് ഉള്ളത് കൊണ്ട് അതെന്താണ്, സ്കിൻ വഴുവഴുപ്പുള്ളതാണ്. ഇനി അടുത്ത് നോക്കിയേ, ദേ ക്യാൻ ചേഞ്ച് കളർ ടു ഹൈഡ് ദം ഫ്രം ദെയർ എനിമീസ്, കാമോഫ്ലേജ് എന്ന് പറയും അല്ലെ, അതും ശരിയാണ്. നെവർ ഡ്രിങ്ക് വാട്ടർ ബട്ട് അബ്സോർബ് ത്രൂ സ്കിൻ, അതും ശരിയാണ്. അവരൊരിക്കലും വെള്ളം കുടിക്കില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിൻ, നമ്മുടെ അല്ല, അവരുടെ സ്കിൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്
Second question. Frogs exhibit sexual dimorphism. Justify the statement giving two examples. അതായത് ഫ്രോഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷുവൽ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട്. എന്താണ് ഈ സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ? സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽസിനെയും മെയിൽസിനെയും ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, എന്താണ് സെക്ഷുവൽ ഡൈമോർഫിസം നോക്കട്ടോ. എങ്ങനെ തിരിച്ചറിയാം? മെയിൽ ഫ്രോഗ്സ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് സൗണ്ട് പ്രൊഡ്യൂസിംഗ് വോക്കൽ സാക്സ്. അതായത് ആൺതവളകൾക്ക് എന്താണ് പെൺതവളയിൽ നിന്ന് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ ആൺതവള എന്ത് ചെയ്യുന്നുണ്ട്? അവര് നമ്മൾ സൗണ്ട് എടുക്കണുണ്ടാവും അല്ലേ? തവളകള് മഴക്കാലൊക്കെ ആകുമ്പോ ഭയങ്കര സൗണ്ട് ഉണ്ടാവും. എന്താണ് ഈ സൗണ്ട്? ഈ സൗണ്ട് വരുമ്പോ കണ്ടിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ വീർത്തു വരാൻ. ആ കഴുത്തിന്റെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാധനം, അതിനെയാണ് വോക്കൽ സാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ വോക്കൽ സാക്ക് ഇത് ആണുങ്ങൾക്ക് മാത്രം കണ്ടുവരുന്നതാണ്, ഈ വോക്കൽ സാക്ക്. അപ്പൊ ആണാണെന്ന് തിരിച്ചറിയാൻ തവളകളെ നമുക്ക് നോക്കിയാൽ മതി. ആ സൗണ്ട് ഉണ്ടാവുമ്പോ ആ സൗണ്ട് ഉണ്ടാക്കുന്നത്, അതായത് ഈ പറഞ്ഞ ഇങ്ങനെ വോക്കൽ സാക്ക് പുറത്തേക്ക് വരുന്നത് ഈ വോക്കൽ സാക്ക് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ കാരണം എന്താണ്? സെക്ഷൽ ഡൈമോർഫിസം. ഒന്നാമത്തെ എന്താണ്? വോക്കൽ സാക്ക് ആണ്. അതേപോലെ ഓൾസോ കോപ്പുലേറ്ററി പാഡ് ഓൺ ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ ഫോർ ലിംസ്. അതായത് മുൻകാലുകളുടെ, ആൺതവളകളുടെ മുൻകാലുകളില് ഒന്നാമത്തെ ഡിജിറ്റിൽ, അതായത് മുൻകാലുകളിൽ ആകെ 4 ഡിജിറ്റ് ഉള്ളൂ അല്ലെ? അതില് മുൻകാല് നോക്കിയേ, ഇതാണ് മുൻകാൽ. കാണുന്നുണ്ടെന്ന് വിചാരിക്കണ, സൂമാക്കി വെക്കാൻ മതി. അവിടെ എന്തുണ്ട്? ഒരു കോപ്പുലേറ്ററി പാഡ് പോലെ, ഒരു കട്ടിയേറിയ ഒരു പാഡ് പോലുള്ള ഒരു ഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ കോപ്പുലേറ്ററി പാഡ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി വരുന്നത്? മെയ്റ്റിന്റെയും സമയത്ത് ഫീമെയിൽസിന്റെ മേലിൽ എന്ത് ചെയ്യുന്നുണ്ട്? കയറിയിരിക്കുക. അപ്പൊ അവര് ഗ്രിപ്പ് ചെയ്ത് പിടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇത്, ഈ കോപ്പുലേറ്ററി പാഡ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സെക്ഷുവൽ ഡൈമോർഫിസം. അപ്പൊ ആൻസർ ടീച്ചർ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അവർ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാല്, വോക്കൽ സാക്കും കോപ്പുലേറ്ററി പാഡ് ഓൺ ദ ഫസ്റ്റ് ഡിജിറ്റ് ഓഫ് ദ ഫോർ ലിംബ്. ഇത് എന്തുണ്ടാവില്ല? ഫീമെയിൽ ഫ്രോഗ്സിന് ആബ്സെന്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് തിരിച്ചറിയാൻ പറ്റും? ആൺതവളയാണോ പെൺതവളയാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് വേരിയസ് പാർട്സ് ഓഫ് ഫ്രോഗ്സ് അലിമെന്ററി കനാൽ. അലിമെന്ററി കനാലിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, എങ്ങനെയാണ്? ഒരു മൗത്തില് അവർക്ക് എന്താണ്? വായുണ്ട്. അത് കഴിഞ്ഞ് ബക്കൽ കാവിറ്റി, അതായത് വായയുടെ അറേനെ, വലിയൊരു അറയുള്ളവരെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബക്കൽ കാവിറ്റി എന്ന് പറയുന്നത്. ആ ബക്കൽ കാവിറ്റി കഴിഞ്ഞ് എത്തുന്ന സ്ഥലമാണ് ഫാരിൻസ് എന്ന് പറയുന്നത്. ഫാരിൻസ് കഴിഞ്ഞാൽ എത്തുന്നത് ഈസോഫാഗസ്, നമ്മുടെ അന്നനാളം പോലത്തെ ഒരു നീണ്ട പൈപ്പ് ഉണ്ട് അല്ലെ? അതാണ് ഈസോഫാഗസ്. അതിനുശേഷം അത് സ്റ്റൊമക്കിലേക്ക് എത്തും. അതേപോലെ തന്നെ ഇന്റസ്റ്റൈൻ, റെക്ടം, ക്ലോയാക്ക. ക്ലോയാക്കയുടെ പ്രത്യേകത എന്താണ്? ക്ലോയാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഓർഗൻസ്, അതായത് റിപ്രൊഡക്റ്റീവ്, അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് എല്ലാം വന്ന് തുറക്കുന്ന ഒരു ഓപ്പണിംഗ്, മെയിൻ കോമൺ ഓപ്പണിംഗ് ആണ് എന്ത് പറഞ്ഞാൽ ക്ലോയാക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഡൈജസ്റ്റീവ് അല്ലെങ്കിൽ അലിമെന്ററി കനാലിന്റെ ഫ്ലോ ചാർട്ട് എന്ന് ചോദിച്ചാല് നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. അടുത്ത നോക്കിയേ, നെയിം ദ ലൊക്കേഷൻ ഓഫ് ഫിംഗർ ലൈക്ക് വില്ലി ആൻഡ് മൈക്രോ വില്ലി, മെൻഷൻ ദെയർ ഫങ്ഷൻസ്. ഇവരുടെ ശരീരത്തില് ഈ പറഞ്ഞ ഫിംഗർ ലൈക്ക് വില്ലസും മൈക്രോ വില്ലസും ഒക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? അത് എന്തിന് സഹായിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈക്രോ വില്ലിയൊക്കെ എവിടെയും കാണപ്പെടുന്നത്? ഇപ്പൊ നമ്മുടെ ശരീരം എടുത്താൽ മതി അല്ലേ? നമ്മളെ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. മൈക്രോ വില്ലിയും അതുപോലെ തന്നെ ഫിംഗർ ലൈക്ക് വില്ലീസ് ഒക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? അതായത് നമ്മുടെ ഇന്റസ്റ്റൈനിലാണ്. അതേപോലെ തന്നെ അവരുടെ തവളകളുടെയും ഇന്റസ്റ്റൈനിലാണ് ഈ പറഞ്ഞ വില്ലീസ് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഫംഗ്ഷൻ ചോദിച്ചാല് ദേ അബ്സോർബ് ഡൈജസ്റ്റഡ് ഫുഡ്, അതായത് ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ടുള്ള വസ്തുക്കളാണ് ഇത് മൈക്രോ വില്ലസും വില്ലസുകൾ. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് നോക്കിയത് ഈ ഫിഗർ കേട്ടോ. ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്താനായിട്ട് പഠിക്കണം. ഇതാണ് നമ്മുടെ അലിമെന്ററി കനാൽ പറഞ്ഞിട്ടുള്ളത്. ഓരോ ഭാഗങ്ങളും നോക്കി വെക്കാം. ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇന്റസ്റ്റൈൻ, റെക്ടം, ക്ലോയാക്കൽ അപ്പർച്ചർ, അതായത് പുറത്തേക്ക് തുറക്കുന്ന ഭാഗം. ഇവർ ഇന്റസ്റ്റൈൻ നോക്കിയേ, ഇന്റസ്റ്റൈൻ ഭയങ്കരമായിട്ട് ഷോർട്ടാണ് അല്ലെ? ഭയങ്കര ഷോർട്ടാണ്. അതും ചോദിക്കും എന്തുകൊണ്ടായിരിക്കാം ഈ ഇന്റസ്റ്റൈൻ ഇങ്ങനെ ഷോർട്ട് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താണ്? അവർ കാർണിവോറസ് ആണ് അല്ലെ? ഹെർബിവോറസ് ആണോ? അല്ല, പ്രാണികളെ മറ്റൊന്ന് കഴിക്കുന്നവരല്ലേ? അപ്പൊ കാർണിവോറസ് ആണ്. അപ്പൊ കാർണിവോറസ് ആയതുകൊണ്ടാണ് അവർ ഇന്റസ്റ്റൈൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഷോർട്ട് ആയിട്ടുള്ളത്. ഓക്കെ, അതും ചോദിക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കിയാൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അലിമെന്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഓർഡർ ആണ് ഇവിടെ തിരിച്ചിട്ടുണ്ട്. അലിമെന്ററി കനാൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? മൗത്ത്, ബക്കൽ കാവിറ്റി, ഫാരിൻസ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇന്റസ്റ്റൈൻ, റെക്ടം, ക്ലോയാക്ക. ഇത്രയും അടങ്ങിയതാണ് എന്തെന്ന് പറഞ്ഞാൽ അലിമെന്ററി കനാൽ എന്ന് പറഞ്ഞാൽ. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, അതായത് ഡൈജഷന് സഹായിക്കുന്ന ഗ്രന്ഥികളെയാണ് എന്തെന്ന് പറയുന്നത്? ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ. മെയിൻ ആയിട്ട് 3 ആൾക്കാർ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഉണ്ട്, ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ഇത് രണ്ടുമാണ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളോട് ചോദിക്കുക. ലിവറിന്റെ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ലിവറും പാൻക്രിയാസുമാണ്. അടുത്ത് നോക്കിയാടാ,
അടുത്തത് അതിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ആണ് കേട്ടാ. അലിമെന്ററി ആയിട്ട് നേരത്തെ ടീച്ചർ പറഞ്ഞത് ഷോർട്ട് ആണ്. കാരണം എന്താന്ന് വെച്ചാല് ദേ ആർ കാർണിവോറസ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്റസ്റ്റൈൻ നീളം കുറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്, എവിടെയാണ്, വാൾസ് ഓഫ് സ്റ്റൊമക് ആണ്. അതായത് അവരെ സ്റ്റൊമക്കിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ് ഏതാണ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണ്. അതിന്റെ സെക്രീറ്റ് ചെയ്യുന്നത് HCl അതുപോലെ ഗ്യാസ്ട്രിക് ജ്യൂസസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ. അതായത് നമ്മളെ ഡൈജഷനെ സഹായിക്കാൻ തന്നെ. അടുത്ത നോക്കിയാൽ ലിവർ, ഇത് നമ്മൾ പഠിക്കണം. ലിവർ സെക്രീറ്റ്സ് ബൈല്. ലിവർ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്, ബൈലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അത് ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ബൈലിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ ബൈൽ എമാൽസിഫൈസ് ഫാറ്റ്, അതായത് കൊഴുപ്പിനെ വിഘടിക്കുക, അതിനെ ഡൈജഷനെ സഹായിക്കുന്നതാണ് എന്ത്, ബൈൽ എന്ന് പറഞ്ഞാൽ. അടുത്തത് പാൻക്രിയാസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. പാൻക്രിയാസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. അത് എന്തിനു സഹായിക്കുന്നു ചോദിച്ചാൽ ഡൈജസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. അത് ശ്രദ്ധിച്ചു വെക്കണം. ലിവറില അപ്പൊ ബൈലാണ്. ബൈൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, എമൾസിഫൈ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ പാൻക്രിയാസിലാണെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. അത് കാർബോഹൈഡ്രേറ്റ്സിനെയും പ്രോട്ടീൻസിനെയും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അടുത്ത നോക്കി, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കാം. പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് കോൾഡ് കൈം. എന്താണ് കൈം എന്ന് ചോദിച്ചാല് അതായത് സ്റ്റൊമക്കില് പാർഷ്യലി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഫുഡിനെയാണ്, ആ ഒരു ഭാഗത്തിനെയാണ് എന്തെന്ന് പറയണത്, കൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റൊമക്കിൽ വെച്ചിട്ട് പാർഷ്യലി എന്ത് ചെയ്യുന്നത്, ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിനെയാണ് കൈം എന്ന് പറയുന്നത്. ഈ ഡൈജസ്റ്റീവ് ഫുഡ് പിന്നെ എന്ത് അബ്സോർബ് ചെയ്യും, ഇന്റസ്റ്റൈനിലേക്ക് പോകുമ്പോൾ അവിടെ എന്തുണ്ടാവും, ന്യൂമറസ് ഫിംഗർ ലൈക്ക് ഫോൾഡ് ഇൻ ദ ഇന്നർ വാൾസ് ഓഫ് ഇന്റസ്റ്റൈൻ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വില്ലി ആൻഡ് മൈക്രോവില്ലി. അതായത് ഇന്റസ്റ്റൈനിന്റെ ഭിത്തിയിൽ എന്തുണ്ടാവും, ആ വിരല് പോലെ മടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ മൈക്രോവില്ലസ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഡൈജഷനിൽ നിന്ന് ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ആ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. The undigested solid waste moves into rectum and passes out through cloaca. Undigested ആയിട്ടുള്ള വസ്തുക്കൾ പിന്നെ എവിടേക്ക് നീങ്ങും, അത് റെക്ടത്തിലേക്ക് നീങ്ങും. റെക്ടം പിന്നെ എവിടേക്ക് ഓപ്പൺ ചെയ്യാം, ക്ലോയക്കിലേക്ക് നീക്കും. അങ്ങനെ അത് പുറത്തേക്ക് പോകും. ഇതാണ് നമ്മുടെ അലിമെന്ററി കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്രോഗ്സ് എക്സിബിറ്റ്, അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ പറഞ്ഞതല്ലേ, ആൻസർ പറഞ്ഞതാണ് കേട്ടോ. നോക്കിയേ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രോഗ്സ് എക്സിബിറ്റ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ഇൻ അക്വാറ്റിക് എൻവയോൺമെന്റ്. അക്വാറ്റിക്, വെള്ളത്തിലാണെങ്കിൽ അവരെങ്ങനെയാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ് നടത്തുന്നത്. അപ്പോ ചോദ്യം എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ? എന്താണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ? ഹൗ ഡസ് ഇറ്റ് വർക്ക്? അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇനി നെയിം ദ റെസ്പിറേറ്ററി ഓർഗൻസ് യൂസ്ഡ് ബൈ ഫ്രോഗ് ഇൻ ദ ടെറസ്ട്രിയൽ എൻവയോൺമെന്റ്. കരയിൽ, ടെറസ്ട്രിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് കരയിൽ. കരയിൽ അവരെങ്ങനെയായിരിക്കാം, ഏത് റെസ്പിറേറ്ററി ഓർഗൻ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസ്പിറേഷൻ ത്രൂ സ്കിൻ, സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലങ്സിലൂടെയുള്ള റെസ്പിറേഷൻ എന്തെന്ന് പറയും, പൾമണറി റെസ്പിറേഷൻ എന്ന് പറയും. അപ്പൊ രണ്ട് തരത്തിലുള്ള റെസ്പിറേഷൻസ് ഉണ്ട്. ഒന്ന് ക്യൂട്ടേനിയസ് റെസ്പിറേഷനും ഒന്ന് പൾമണറി റെസ്പിറേഷൻ. സ്കിന്നിലൂടെ ആണെങ്കിൽ അത് ക്യൂട്ടേനിയസും അതുപോലെ ലങ്സിലൂടെ ആണെങ്കിൽ അത് പൾമണറിയുമാണ്. അപ്പൊ നോക്കിയേ, അപ്പൊ എന്താണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് കിട്ടി. അടുത്തത് ഹൗ ഡസ് ഇറ്റ് വർക്ക്, അത് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കിൻ ആക്ട് ആസ് അക്വാറ്റിക് റെസ്പിറേറ്ററി ഓർഗൻ. സ്കിൻ ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് അക്വാറ്റിക്, വെള്ളത്തിലായിരിക്കുമ്പോൾ കേട്ടോ. ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദ വാട്ടർ ഈസ് എക്സ്ചേഞ്ച് ത്രൂ ദ സ്കിൻ ബൈ ഡിഫ്യൂഷൻ. അതായത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഓക്സിജൻ സ്കിന്നിലൂടെ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, അകത്തേക്ക് എത്തുന്നത്. എന്താണ് അടുത്ത ചോദ്യം, എന്തായിരുന്നു, നെയിം ദ റെസ്പിറേറ്ററി ഓർഗൻ യൂസ്ഡ് ബൈ ഫ്രോഗ് ഇൻ ടെറസ്ട്രിയൽ എൻവയോൺമെന്റ്. കരയിലായിരിക്കുമ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത്, അവിടുത്തെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം. നോക്കിയേ, ബക്കൽ ക്യാവിറ്റിയും സ്കിന്നും ലങ്സും മൂന്നും ഉണ്ട് അല്ലെ. മെയിൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ലങ്സ് ആന്ന് പറയാം. കരയിലായിരിക്കുമ്പോ മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ടത് ഏതാണ്, ലെങ്സ് ആണ്. പക്ഷേ അവിടുത്തെ സ്കിന്ന് വരുന്നുണ്ട്. എന്താണ് അപ്പൊ സ്കിന്ന്, അത് ചോദിക്കും. വെള്ളത്തിലായിരുന്നപ്പോ സ്കിന്നായിരുന്നു, ക്യൂട്ടേനിയസ് ആയിരുന്നു. കരയിലാണെങ്കിൽ പൾമണറിയാണ്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ സ്കിൻ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മർ സ്ലീപ്പും വിന്റർ സ്ലീപ്പും പറഞ്ഞില്ലേ, എസ്റ്റിവേഷനും ഹൈബർനേഷനും പറഞ്ഞല്ലോ. ആ സമയത്ത് അവരെന്താ ചെയ്യുന്നത്, അവർ ഇനാക്റ്റീവ് സ്റ്റേജിലാണ് കിടക്കുന്നത് അല്ലെ. അതായത് അവരുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ച് അവരെന്താണ് ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിൽ കിടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവർ ലങ്സിലൂടെ റെസ്പിറേഷൻ നടത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൂടുതൽ എനർജി വേണം. പക്ഷെ ആ സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റൂ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എസ്റ്റിവേഷന്റെ സമയത്തും ഹൈബർനേഷന്റെ സമയത്തും അവര് എങ്ങനെയായിരിക്കും റെസ്പയർ ചെയ്യുക, സ്കിന്നിലൂടെ ആയിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ അവരെന്തായിരിക്കും, മെയിൻ ആയിട്ട് ലങ്സിലൂടെ ആയിരിക്കും റെസ്പിറേഷൻ നടത്തുക. അടുത്ത നോക്കാം.
അപ്പൊ അതിന്റെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം കേട്ടോ. നോക്കിയേ, റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ്? ലങ്സ്. അവരുടെ ശരീരത്തിൽ ലങ്സ് എന്ന് പറഞ്ഞാൽ they are pair of elongated pink colored sac like structures present in the upper part of the trunk region. thoraxന്റെ ഭാഗത്ത് കാണപ്പെടുന്ന കുറച്ച് നീളം കൂടിയ പിങ്ക് കളർ ആയിട്ടുള്ള ഒരു സഞ്ചി പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് എന്ത്? അവരുടെ ലങ്സ് എന്ന് പറഞ്ഞാൽ. എയർ എങ്ങനെയാ വരും? എങ്ങനെയാണ് കിടക്കുന്നത്? നോസ്ട്രിൽ വഴി ബക്കൽ ക്യാവിറ്റിയിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം അത് എവിടേക്ക് എത്തും? ലങ്സിലേക്ക് എത്തും. അതാണ് പൾമണറി റെസ്പിറേഷനിൽ നടക്കുന്നത്. ഇനി വെള്ളത്തിലാണെങ്കിലോ സ്കിൻ ആണെന്ന് പറഞ്ഞില്ലേ? വെള്ളത്തിലാണെങ്കിൽ സ്കിൻ ആണ്. അവിടെ എന്താണ്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞില്ലേ? സ്കിന്നിലൂടെ നേരിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂഷൻ വഴിയാണ് ശരീരത്തിലേക്ക് എത്തുന്നത്. ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദ വാട്ടർ ഈസ് എക്സ്ചേഞ്ച് ത്രൂ ദ ഡിഫ്യൂഷൻ. അടുത്തത് ലാൻഡില് റെസ്പിറേഷൻ ബൈ ലങ്സ് ഈസ് കോൾഡ് പൾമണറി. ലാൻഡിലാണെങ്കിൽ അതിന് എന്തെന്ന് പറയും? പൾമണറി റെസ്പിറേഷൻ ലങ്സ് ഉപയോഗിച്ച്. എസ്റ്റിവേഷന്റെയും ഹൈബർനേഷന്റെയും സമയത്ത് എങ്ങനെയാണ്? സ്കിൻ വഴിയാണ്. നേരത്തെ ടീച്ചർ പറഞ്ഞിട്ടാ, സ്കിൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ആ സമയത്ത് നടക്കുന്നത്. ശ്രദ്ധിക്കാട്ടാ, ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സം സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് തന്നിരിക്കുന്നത് കേട്ടാ. നമ്മളോട് ചോദിച്ചിരുന്നത് ട്രൂ ഓർ ഫാൾസ്. സിമ്പിൾ ആണ്. കറക്റ്റ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രൂ ഓ ഫാൾസോ കണ്ടുപിടിക്കുക. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. തിരുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫ്രോഗ്സ് ഹാർട്ട് ഈസ് 3 chambered with 2 ventricles and 1 atrium. അപ്പൊ ഇത് പറയണേക്കാൾ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഡെഫിനിഷൻ നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. നോക്കിയേ, ഹാർട്ട്. നമ്മുടെ ഹാർട്ട് എന്താണ്? ഒരു മസ്കുലാർ സ്ട്രക്ചർ ആണ്. മസിൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. സിറ്റുവേറ്റഡ് അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ക്യാവിറ്റി. അവരുടെ ബോഡി ക്യാവിറ്റിയുടെ അപ്പർ സൈഡില് മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന മസിൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ത്? ഹാർട്ട് എന്ന് പറഞ്ഞാൽ. അതിന് 3 chambers, 3 അറകളാണുള്ളത്. എന്താണ്? 2 ഏട്രിയംസ്, 2 ഏട്രിയംസും ഉണ്ട്. 1 വെൻട്രിക്കിൾ ആണ് അവർക്കുള്ളത്. 1 വെൻട്രിക്കിൾ കേട്ടോ. രണ്ട് ഏട്രിയംസും ഒരൊറ്റ വെൻട്രിക്കിളുമാണ് അവർക്കുള്ളത്, തവളകൾക്കുള്ളത്. അതേപോലെ തന്നെ അവരെ ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിനെ പറയുന്ന പേരാണ് പെരികാർഡിയം. നമ്മുടെ അങ്ങനെ തന്നെയാണ് അല്ലെ? നമ്മുടെ ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിന്റെ പേരെന്താണ്? പെരികാർഡിയം തന്നെയാണ്. ട്രയാങ്കുലർ സ്ട്രക്ചർ കോൾഡ് സൈനസ് വീനസ് ജോയിൻ ദ റൈറ്റ് ഏട്രിയം. അതായത് ഇവരെ ഇതാണ് റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത്. ഇത് റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇതൊരൊറ്റ വെൻട്രിക്കിൾ. 1 വെൻട്രിക്കിളേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നോക്കിയേ, ഈ റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്, ഒരു റെക്ടാങ്കുലർ സ്ട്രക്ചർ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈനസ് വീനോസസ് എന്ന് പറയുന്നത്. സൈനസ് വീനോസസ് എന്ന് പറയുന്നത് ഈ റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന കുഴലിനെയാണ് സൈനസ് വീനോസസ് എന്ന് പറയുന്നത്. ഇറ്റ് റിസീവ്സ് ബ്ലഡ് ത്രൂ ദ മേജർ വെയിൻസ് കോൾഡ് വീന കാവ. ഇത് എവിടെ നിന്നാണ് ബ്ലഡ് എത്തിക്കുന്നത്? വീന കാവ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ എന്താ പറയാ, ട്രയാങ്കുലർ സ്ട്രക്ചറിലേക്ക് സൈനസ് വീനോസിലേക്ക് ബ്ലഡ് എത്തും. അതിനുശേഷം ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് ഏട്രിയത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകുന്നുണ്ട്. The ventricles opens into sac like conus arterioles on the ventral side of the heart. അതിനുശേഷം രക്തം എന്ത് ചെയ്യുന്നുണ്ട്? വെൻട്രിക്കിളിന് പുറത്തു വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല് ഒരു സാക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഒരു സാക് ലൈക്ക് സ്ട്രക്ചർ, അതിനെയാണ് കോണസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിലൂടെയാണ് എന്ത് ചെയ്യണം? പിന്നെ ബാക്കി പലതരത്തിലുള്ള ആർട്ടറീസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? രക്തം പല സൈഡിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നത്. ഓക്കെ, പോർട്ടൽ സിസ്റ്റം. പിന്നെ അവിടെയുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വരുന്ന വേറൊരു സിസ്റ്റം ആണ് എന്ത്? പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇന്റസ്റ്റൈൻ. അതായത് 2 അവയവങ്ങൾ തമ്മിൽ ബ്ലഡ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതിനെയാണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ലിവറും ഇന്റസ്റ്റൈനും തമ്മിലാണ് ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ ആ പോർട്ടൽ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. എന്ന് പറയും? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയും. ഇനി സ്പെഷ്യൽ വീനസ് കണക്ഷൻ ബിറ്റ്വീൻ കിഡ്നി ആൻഡ് ലോവർ പാർട്സ് ഓഫ് ദ ബോഡി. അതായത് കിഡ്നിയും താഴ്ഭാഗത്തുള്ള ഭാഗങ്ങൾ, ശരീരത്തിന്റെ ഭാഗങ്ങളും തമ്മിലാണ് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ ആ പോർട്ടൽ സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീനൽ പോർട്ടൽ സിസ്റ്റം. അപ്പൊ 2 ടൈപ്പ് പോർട്ടൽ സിസ്റ്റം ആണ് തവളകൾക്കുള്ളത്. ഒന്നെന്താണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും അതുപോലെ റീനൽ പോർട്ടൽ സിസ്റ്റവും. അടുത്തത് ബ്ലഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് പ്ലാസ്മ ആൻഡ് സെൽസ്. പ്ലാസ്മയും സെൽസും അടങ്ങിയതാണ് എന്ത്? ബ്ലഡ് എന്ന് പറഞ്ഞാൽ. ബ്ലഡ് സെൽസ് എന്തൊക്കെ സെല്ലുകൾ ഉണ്ട്? RBC റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ പോലെ തന്നെ കേട്ടാ. എറിത്രോസൈറ്റ്സ് എന്ന് പറയും. WBC വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയും. പിന്നെ എന്താണ്? പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്. പിന്നെ ഇവരുടെ പ്രത്യേകത, നമ്മുടെ RBCയിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചാൽ RBC ആർ ന്യൂക്ലിയേറ്റഡ്. നമ്മുടെ അങ്ങനെയല്ല. നമ്മുടെ എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്തതാണ് കേട്ടാ. ഇവരെ ന്യൂക്ലിയേറ്റഡും അതേപോലെ തന്നെ ഇത് സെയിം ആണ്. നമുക്ക് റെഡ് കളേർഡ് പിഗ്മെന്റ് തവളയുടെ രക്തത്തിന്റെ കളർ എന്താണ്? റെഡ് തന്നെയാണ് അല്ലേ? അപ്പൊ അവർക്ക് എന്തുണ്ട്?
ഹീമോഗ്ലോബിൻ ഉണ്ട്, റെഡ് കളർ ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ എന്താണ്, പ്രസന്റ് ആണ്. ഓക്കെ, അടുത്ത സിസ്റ്റം ആണ് ഇത് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കിയേ, ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലിംഫ് ഉണ്ട്, ലിംഫ് ചാനൽസ് എന്ന് പറഞ്ഞാൽ ലിംഫ് ഒഴുകാനുള്ള കുഴലുകളെയാണ്, ട്യൂബ്സിനെയാണ് ലിംഫ് ചാനൽസ് എന്ന് പറയുന്നത്. അതേപോലെ ലിംഫ് നോഡുകൾ ഉണ്ട്, ഇതൊക്കെ എന്താണ് ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ളതാണ്. അതേപോലെ ലിംഫ് ഈസ് ഡിഫറെന്റ് ഫ്രം ബ്ലഡ്, ഇറ്റ് ലാക്സ് ഫ്യൂ പ്രോട്ടീൻസ് ആൻഡ് RBC. ബ്ലഡിൽ നിന്ന് വ്യത്യാസം ചോദിച്ചാൽ എന്താണ്, ലിംഫിൽ എന്തില്ല, പ്രത്യേകിച്ച് പിന്നെ എന്താ പറയാ, ചില പ്രോട്ടീൻസും അതുപോലെ RBCയും ഇല്ല. അതുകൊണ്ട് തന്നെ ലിംഫിന് എന്തില്ല, കളറും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, അപ്പൊ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം കേട്ടോ. Okay, frog's heart is 3-chambered with 2 ventricles and 1 atrium. ശ്രദ്ധിച്ചു വായിക്കാട്ടാ, നമ്മൾ ശരിയാണ് 3-chambered ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് നോക്കിയേ, 2 ventricles ഉണ്ടാ, 2 ventricles ഉണ്ടാ, ഇല്ലല്ല, 2 atrium 1 ventricle അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, ഇത് തെറ്റാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം, ഹാർട്ട് എന്താണ്, ഇത് ഫാൾസ് ആണ്, അവർക്ക് എന്താണുള്ളത് 3-chambered ആണ്, ബട്ട് എന്താണ് 2 atriums and 1 ventricle ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഞാൻ അടുത്ത് നോക്കിയേ, ട്രയാങ്കുലർ സ്ട്രക്ചർ കോൾഡ് സൈനസ് വെനസ് ജോയിൻ ദ റൈറ്റ് atrium. അത് ശരിയാണ് അല്ലെ, അത് ശരിയാണ്, ട്രൂ ആണ്. The ventricles opens into a sac-like conus arteries on the ventral side of the heart. അതും എന്താണ്, ട്രൂ ആണ്. Frog's blood contains non-nucleated RBC എന്നാണ്, അത് ശരിയാണോ, non-nucleated ആണോ, അല്ല അല്ലെ, ന്യൂക്ലിയേറ്റഡ് RBC ആണ് അല്ലെ. ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് അറിയാം, നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് ശരിയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇവര് ശ്രദ്ധിച്ചു വായിക്കണം, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, ന്യൂക്ലിയേറ്റഡ് അല്ല, ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടാ, ആൻസർ കറക്റ്റ് ആയിട്ട് ടീച്ചർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ച് പഠിക്കാം. ഇതിന്റെ ഡെഫിനിഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നോക്കിയാൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, ഈ പിക്ചർ ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. എന്താണ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് മനസ്സിലായി, ലേബൽ ABCD ഇങ്ങനെ തരും, ലേബൽ ചെയ്യാനായിട്ട് നമുക്ക് തരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാം. എന്തൊക്കെയാണ് നോക്കിയേ, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓർഗൻസ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് യെല്ലോ ഓവോയിഡ് ടെസ്റ്റിസ്. അതായത് ഓവോയിഡ് എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു നീളത്തിലുള്ള ഒരു ഷേപ്പ്. ദേ ഈ പിക്ചർ കണ്ടാലും നമുക്കറിയാം അല്ലെ, ഒരു കണ്ട ഒരു വട്ടത്തിലല്ല അല്ലെ, കണ്ട ഇങ്ങനെ ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് എന്ന് പറയുന്നത് ഓവോയിഡ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. വിച്ച് ആർ ഫൗണ്ട് അഡ്ഹേർഡ് എന്ന് പറഞ്ഞാൽ ജോയിന്റ്, ഒട്ടിപ്പിടിച്ചിരിക്കുന്നവർ, അഡ്ഹേർഡ് ടു ദ അപ്പർ പാർട്ട് ഓഫ് കിഡ്നി, കിഡ്നിയുടെ മുകൾ ഭാഗത്തോട് ജോയിൻ ചെയ്തിരിക്കുന്നതാണ്. ബൈ എ ഡബിൾ ഫോൾഡ് പെരിട്ടോണിയം കോൾഡ് മെസോർക്കിയം. അതായത് നമ്മളെ അബ്ഡോമനിന്റെ ഉൾഭിത്തിയുടെ ആ ലെയറിനെയാണ് എന്തെന്ന് പറയുന്നത്, പെരിട്ടോണിയം എന്ന് പറയും. ഈ പെരിട്ടോണിയം എന്ത് ചെയ്ത് ഡബിൾ രണ്ടായിട്ട് മടക്കിയാലും ഉണ്ടാവും, അങ്ങനെ മിസോർക്കിയം അങ്ങനെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കിഡ്നിനായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ ടെസ്റ്റിസ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വാസ എഫറൻഷ്യ ആർ 10 to 12 in number that arise from testis. ടെസ്റ്റിസിൽ നിന്നുണ്ടാകുന്ന പുറത്തേക്ക് വരുന്ന ട്യൂബുകളെയാണ് വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. They enter the kidneys on their side and opened into Bidder's canal. ഓക്കെ, ഇതാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസിലാണ് എന്തുണ്ടാവുന്നത്, സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ കുഞ്ഞു കുഴലുകളെയാണ് എന്ത്, വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. ഈ വാസ എഫറൻഷ്യ പിന്നെ ഉള്ളിലേക്കാണ്, കിഡ്നിയുടെ ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. അതിനെയാണ് ഈ ഒരു വഴിനത്, ഈ ഒരു കനാലിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത് കേട്ടാ. ബിഡേഴ്സ് കനാൽ എന്ന് പറയും, ഉള്ളിലേക്ക് തുറക്കുന്നത് കേട്ടാ. ഈ വാസ എഫറൻഷ്യ കിഡ്നിയുടെ ഉള്ളിലേക്ക് തുറക്കുന്ന ആ പാസേജിനെയാണ് ബിഡേഴ്സ് കനാൽ എന്ന് പറയുന്നത്. അതിനുശേഷം ബിഡേഴ്സ് കനാൽ വഴി സ്പേം പുറത്തേക്ക് എത്തും. അതിനെ എന്തെന്ന് പറയും, യൂറിനോ ജെനിറ്റൽ ഡക്ട്. അറിയാലേ, അതായത് തവളകളുടെ യൂറിറ്ററിന് എന്താണ്, യൂറിൻ മാത്രമല്ല പോകുന്നത്, അതിലൂടെ എന്തും കൂടെ പോകും, സ്പേമും കൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, യൂറിനോ ജെനൈറ്റൽ ഡക്ട് എന്ന് പറയുന്നത്. അത് എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിയേ, അതേ ക്ലോയാക്ക എല്ലാം ഞാൻ പറഞ്ഞൂലേ, റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റും അതേപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ കോമൺ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു കോമൺ ചേംബർ ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്ലോയാക്ക എന്ന് പറയാം. ക്ലോയാക്കയിലേക്ക് ഓപ്പൺ ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും, പുറത്തേക്ക് തുറക്കും. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫൈനലി ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് യൂറിനോ ജെനിറ്റൽ ഡക്റ്റിലേക്ക് ചെല്ലും. അതിനുശേഷം അത് എന്ത് ചെയ്യും, ക്ലോയാക്കയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. ക്ലോയാക്ക എന്താണ്, സ്മോൾ മീഡിയം ചേംബർ ആയിട്ടുള്ള, ദാറ്റ് ഈസ് യൂസ്ഡ് ടു പാസ് ഫീക്കൽ മാറ്റേഴ്സ്, യൂറിൻ, സ്പേംസ്, ഇതൊക്കെ എല്ലാം പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗമാണ് എന്ത്, ക്ലോയാക്ക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അടയാളപ്പെടുത്തി കൂടെ, എന്താണിത്, ഇത് ടെസ്റ്റിസ് ആണ് അല്ലെ, ഇതെന്താണ്, ടെസ്റ്റിസ് ആണ്. പിന്നെ ഏതാണ് പറഞ്ഞിരിക്കുന്നത്, ഇതേതാണ്, ഇത് കിഡ്നിയാണ്.
ആ നീളത്തിലുള്ള സംഭവം എന്താണ്? കിഡ്നിയാണ്. പിന്നെ ഇത് ഏതാണ്? യൂറിനോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയാം. ഇതെന്തായിരിക്കും? ഡി എന്താണ്? ഇതാണ് ക്ലോയാക്ക എന്ന് പറയുന്നത്. പക്ഷെ നമ്മളോട് അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡി ആണ്. അപ്പൊ ആ പിക്ചറിൽ ഒന്ന് നോക്കി, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കിയേ. ഇത് യൂറിനറി ബ്ലാഡർ ആണ് കേട്ടോ. ഇതെന്താണ്? യൂറിനറി ബ്ലാഡർ ആണ്. ഇത് മാത്രമല്ല, കുറെ ഭാഗങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോക്കി അടുത്ത നോക്കി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ കൂടെ നോക്കി പോവാം. അതും എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കാറുണ്ട്. നോക്കിയേ, ഇറ്റ് ഇൻക്ലൂഡ്സ് എ പെയർ ഓഫ് ഓവറീസ്. അവിടെ എന്താണ്? 2 ഓവറീസ് ഉണ്ട്. പിന്നെ എന്താണ്? ഓവറീസ് ആർ സിറ്റുവേറ്റഡ് നിയർ കിഡ്നീസ്. കിഡ്നിയുടെ അരികത്താണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. there is no functional connection with kidney. അത് ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു മെയിൽസിന്റെ ആണെന്നുണ്ടെങ്കിൽ കിഡ്നിയിലായിട്ട് അഡ്ഹേർഡ് ആണ്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ കിഡ്നിയുടെ ഉള്ളിലേക്ക് തുറക്കണൊക്കെ ഉണ്ട് അല്ലേ, മാസായി ഫ്രഞ്ച് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കിഡ്നിയുടെ അരികത്താണെങ്കിലും വൃക്കകളുടെ അരികത്താണെങ്കിലും പക്ഷെ ഈ ഓവറീസിന് എന്തായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ഫങ്ഷണൽ കണക്ഷൻ ഒന്നുമില്ല, യാതൊരു കണക്ഷനും ഇല്ല. A pair of oviduct arising from the ovaries open into the cloaca separately. അതായത് ഈ പിക്ചർ കാണിച്ചു തരാം. നോക്കിയേ, കണ്ട കിഡ്നിയാണ് ഈ കാണുന്നത്. ഇത് ഓവറി, ഈ പുല്ലിങ്ങനെ പരന്ന് കിടക്കുന്ന സാധനം കണ്ടില്ലേ, ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഓവറി. കിഡ്നിയുടെ അരികത്താണെങ്കിലും കിഡ്നിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, തുറക്കുന്നില്ല. മറ്റേ മെയിൽസിന്റെ പോലെ കേട്ടോ. ഓക്കെ, ഇവിടുന്ന് ഓവം ഉണ്ടാവും. ഇതാണ് ഓവിഡക്ട്. ഓവത്തിനെ കറക്റ്റ് ചെയ്യാനുള്ള ഈ ട്യൂബിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓവിഡക്ട് എന്ന് പറയുന്നത്. അത് നോക്കിയേ, യൂറിറ്റർ വേറെ, ഓവിഡക്ട് വേറെ. പക്ഷെ മെയിൽസിന് അങ്ങനെയായിരുന്നോ? അല്ല, മെയിൽസിന് രണ്ടും ഒരെണ്ണുള്ളൂ. അതാണ് യൂറിനോജെനിറ്റൽ ട്രാക്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ രണ്ടും സെപ്പറേറ്റ് ആണ്. യൂറിൻ പോകാനും ഓവം പോകാനും എന്താണ്? സെപ്പറേറ്റ് ആണ്. ഇപ്പൊ നോക്കിയേ, 2 സെപ്പറേറ്റ് കോയിലുകൾ രണ്ടും വന്ന് എവിടേക്ക് തുറക്കും? ക്ലോയാക്കയിലേക്ക് തുറക്കും, പിന്നെ പുറത്തേക്ക് വരും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫീമെയിൽസിന്റെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് പറയുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. അത് അടുത്ത നോക്കിയ ക്വസ്റ്റ്യൻ നോക്കിയേ, സെൻസ് ഓർഗനും ഫങ്ഷൻസും ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണ്. എന്താണ്? സെൻസറി പാപ്പില്ലേ, സെൻസറി പാപ്പില്ലേ എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഓർഗൻ ഓഫ് ടച്ച് ഒക്കെ അല്ലെ, സ്പർശം അറിയാനായിട്ട് സഹായിക്കുന്ന അവയവമാണ്. ഞാൻ അടുത്ത നോക്കിയേ, ടേസ്റ്റ് ബഡ്. പേര് തന്നെ ഉണ്ട് അല്ലെ. എന്താണ് ടേസ്റ്റ് ബഡ്? അതായത് ടേസ്റ്റ് തിരിച്ചറിയാനായിട്ട്. നേസൽ എപ്പിത്തീലിയം എന്താണ്? സ്മെല്ല് തിരിച്ചറിയാനായിട്ട്. ഇയർ എന്താണ്? അവർക്ക് ടിംബാൻ എന്ന് പറഞ്ഞില്ലേ. എന്താണ്? ഹിയറിങ്ങിനും അതേപോലെ തന്നെ ബാലൻസിങ്ങിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയതേ, ഫ്രോഗിന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് എന്ത് ചെയ്യാ? ബ്ലാങ്ക് ഇട്ട ഭാഗങ്ങൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കണം, ഇത് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. നെർവസ് സിസ്റ്റം 2 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് നമ്മളെ പഠിച്ചാൽ മതി. നമ്മൾ പറയും ഒരുവിധം സാമ്യമാണ് ഇവർക്ക് കേട്ടാ, നമ്മളെ ഇവര്. അപ്പൊ നോക്കിയേ, ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡും ഉണ്ട്. അതേപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ജോഡി ശ്രദ്ധിക്കണം, എണ്ണം ശ്രദ്ധിക്കണം. ഇവിടെ ക്രാനിയൽ നമ്മളേന്ന് വ്യത്യാസം ഉണ്ട് കേട്ടോ. ക്രാനിയൽ നെർവ്സിനും സ്പൈനൽ നെർവ്സിനും 10 ജോഡി വെച്ചിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതിന് കൂടാതെ അവിടെ എന്തുണ്ട്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം കൂടി ഉണ്ട്. അത് 2 തിരിച്ചിട്ടുണ്ട്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും. പഠിച്ചു തന്നെയാണ് അല്ലെ, നമ്മുടെ സിമ്പിൾ ആണ്. അടുത്ത നോക്കിയ ബ്രെയിനും സ്പൈനൽ കോഡും. അതിൽ ബ്രെയിനെ 3 തിരിച്ചിട്ടുണ്ട്. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. അതായത് ഒന്നുമില്ല, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, ബാക്കിലത്തെ ബ്രെയിൻ, അത്രേ ഉള്ളൂ. 3 തിരിച്ചിട്ടുണ്ട്. ഫോർ ബ്രെയിനിൽ വരുന്ന ഭാഗങ്ങൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫോർ ബ്രെയിനിൽ വരുന്നത് ഓൾഫാക്ടറി ലോബ്സ്, അതായത് മണം തിരിച്ചറിയാനുള്ള ഭാഗമുണ്ട്. അതേപോലെ തന്നെ സെറിബ്രൽ ഹെമിസ്ഫിയർ, നമ്മുടെ ബ്രെയിനിന്റെ 2 ഭാഗങ്ങൾ എന്ന് പറയൂലേ, സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, അൺപെയർഡ് ഡൈ എൻസെഫലോൺസ്. ഈ ഭാഗങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്? ഫോർ ബ്രെയിനിൽ വരുന്നത്. അടുത്ത നോക്കിയേ, മിഡ് ബ്രെയിനിൽ എന്താ മെയിനായിട്ട് വരുന്നത്? പെയർ ഓഫ് ഒപ്റ്റിക് ലോബ്സ്. അതായത് നമ്മൾക്ക് വിഷൻ, അതായത് കാഴ്ചയെ സംബന്ധിച്ചിട്ടുള്ള ഭാഗമാണ് ഇത് ഒപ്റ്റിക് ലോബ്സ്. അത് വരുന്നത് എവിടെയാണ്? മിഡ് ബ്രെയിനിലാണ്. അടുത്ത ഹൈൻഡ് ബ്രെയിനിൽ വരുന്നതാണ് സെറിബെല്ലോ മെഡുല്ലോ ഒബ്ലാങ്കട്ടെ. നമുക്കറിയാം അല്ലെ, സെറിബെല്ലോ മെഡുല്ലോ ഒബ്ലാങ്കട്ടെ എവിടെയാണ്? ബാക്ക് വശത്താണ്. അതായത് നമ്മുടെ ഹൈൻഡ് ബ്രെയിൻ, അതായത് തവളകളുടെ ഹൈൻഡ് ബ്രെയിനിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഇത് മെഡുല്ലയും സെറിബ്രലും. അപ്പൊ ഇത് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെ വരും? ഓൾഫാക്ടറിയും അൺപെയർഡും ഇവിടെ എഴുതാം കേട്ടോ, ഡിയും ഇയും. അതേപോലെ മിഡ് ബ്രെയിനിലാണെങ്കിൽ ആകെ ഒരെണ്ണം വരുന്നുള്ള ഏതാണ്? പെയർ ഓഫ് ഒപ്റ്റിക് ലോബ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏതാണ്? നമ്മുടെ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ ആണ്. ഹൈൻഡ് ബ്രെയിൻ, സെറിബെല്ലം, പിന്നെ ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കട്ട. ആ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ നിങ്ങൾ.
അടുത്ത ചോദ്യം നോക്കിയേ, ഫ്രോഗ് ഹാവ് സെവറൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെ. ഫ്രോഗിന് എന്താണ് സെവറൽ എക്കണോമിക് ഇമ്പോർട്ടൻസും ഉണ്ട്. ഫ്രോഗ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. എന്താണ് ഫ്രോഗ്സ് ആർ ബെനിഫിഷ്യൽ ഫോർ മാൻകൈൻഡ്. എങ്ങനെയാണ് നമ്മളെ മനുഷ്യവംശത്തിന് എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജീവിയും കൂടിയാണ്. കാരണം ഈറ്റ് ഇൻസെക്ട് ടു പ്രൊട്ടക്ട് ദ ക്രോപ്പ്. കൃഷിയിടങ്ങളില് അല്ലെ, അതായത് കൃഷിയിടങ്ങളിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷിയെ നശിപ്പിക്കുന്ന ജീവജാലങ്ങളെ അല്ലെങ്കിൽ കീടങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കഴിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനുഷ്യന് ഉപകാരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഫ്രോഗ്സ് മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ് ബിക്കോസ് ദീസ് സെർവ് ആസ് എൻ ഇമ്പോർട്ടന്റ് ലിങ്ക് ഇൻ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ് ഇൻ ദ എക്കോസിസ്റ്റം. നമ്മുടെ എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത്, ഇൻ സം കൺട്രീസ് നമ്മുടെ ഇവിടെ കഴിക്കുന്നുണ്ട് കേട്ടാ, മസ്കുലാർ ലെഗ്സ് ഓഫ് ഫ്രോഗ്സ് ആർ യൂസ്ഡ് ബൈ ഫുഡ് ബൈ മാൻ അല്ലെ. അതായത് ഇവരെ തവളയുടെ കാലുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മസ്കുലാർ ഹൈൻലിംബക്കില്ലേ വലിയ കാലുകളൊക്കെ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നോക്കിയേ, എ മെച്യൂർ ഫീമെയിൽ ഫ്രോഗ് ക്യാൻ ലേ ഡാഷ് ഓവർ അറ്റ് എ ടൈം. അതായത് ഒരു ഫീമെയിലിന് ഒരു സമയത്ത് എത്ര എഗ്സ് വരെ ലേ ചെയ്യാൻ പറ്റും, അതായത് 2500 മുതൽ 3000 എഗ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ ടൈമില് ഫീമെയിലിന് ലേ ചെയ്യും, അതായത് ഇടാനായിട്ട് സാധിക്കും. ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് ലാർവൽ സ്റ്റേജ് കോൾഡ്. ഇവരുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അവരുടെ ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണ് അല്ലെ. അവിടെ എന്തുണ്ട്, ലാർവൽ സ്റ്റേജ് ഉണ്ട്. എന്താണ് ആ ലാർവനെ വിളിക്കുന്ന പേര്, ടാഡ്പോൾ എന്ന് വിളിക്കും അല്ലെ. വാൽമാക്രി എന്നാണ് നമ്മൾ ഇവിടെ പറയുക അല്ലെ, ടാഡ്പോൾ എന്നാണ് പറയുന്നത്. നോക്കി, ടാഡ്പോൾ അണ്ടർഗോസ് ഡാഷ് ടു ഫോം ദ അഡൽട്ട്. ടാഡ്പോൾ പിന്നെ എന്തായിട്ട് മാറുകയാണ്, തവള വലിയൊരു അഡൽട്ട് തവളയായിട്ട് മാറുകയാണ് അല്ലെ. ആ ടാഡ്പോള് അഡൽട്ട് ആയിട്ട് മാറുന്ന ആ പ്രക്രിയയെ വിളിക്കുന്ന, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമോർഫോസിസ്. നിങ്ങള് ആലോചിച്ച് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. അതൊരു എക്സ്ട്രാ ചോദ്യം പോലെ ചോദിക്കാം, ഡെഫിനിഷൻ ചോദിക്കാം. മെറ്റമോർഫോസിന്റെ ഡെഫിനേഷൻ ചോദിക്കാം. എന്താണ് മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമേഷൻ ഓഫ് അഡൽട്ട് ഫ്രം ലാർവ. ലാർവയിൽ നിന്ന് അഡൽട്ട് ആയിട്ട് മാറുന്ന പ്രക്രിയയാണ് ഇത് മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത്, ഇൻ മെയിൽസ് ഫ്രോഗ്സ് ടെസ്റ്റിസ് ആർ അഡ്ഹേർഡ് ടു ദ അപ്പർ പാർട്ട് ഓഫ് ദ കിഡ്നി ബൈ എ ഡബിൾ ഫോൾഡ് ഓഫ് പെരിട്ടോണിയം. നേരത്തെ പറഞ്ഞില്ലേ, ഏതാണ്, മെസോർക്കിയം ആണ്. എന്താണ്, മെസോർക്കിയം. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓഡ് വൺ ഔട്ട്, ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മളവിടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്, അതിനാണ് ഓഡ് വൺ, ഒറ്റപ്പെട്ടത് കണ്ടെത്തി ബാക്കിയുള്ളവരുടെ സവിശേഷത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ്, ഡൈഎൻസെഫലോൺ, തൈമസ്, പൈനിയൽ ബോഡി. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് ഓഡ് വൺ, ഒറ്റപ്പെട്ടത് ഡൈഎൻസെഫലോൺ ആണ്. ബാക്കിയൊക്കെ എന്താണ്, അതേഴ്സ് ബിലോങ് ടു എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ പെടുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇവർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാതെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ്, സിമ്പിൾ നമ്മളെ പോലൊക്കെ തന്നെ അല്ലെ. എന്താണ്, പാരതൈറോയ്ഡ്, തൈമസ്, പൈനിയൽ ബോഡി, പാൻക്രിയാറ്റിക് ഐലറ്റ്സ്, അഡ്രീനൽസ്, ഗോണാഡ്സ്. ഇത്രയുമാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും ഉള്ളൂ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫ്രോഗിന്റെ ചാപ്റ്റർ. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചെറിയൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാപ്റ്റർ ആണ്, നമുക്ക് ആകെ ഫ്രോഗിന്റെ മാത്രം പഠിക്കാനുള്ളൂ. ആദ്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ കോക്രേച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്, പക്ഷെ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആകെ ഫ്രോഗ് മാത്രം. ഇതിൽ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് അതിൽ നിന്ന് ചോദിക്കുക. ആകെ കുറച്ച് ചോദ്യങ്ങളുള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് ഫുള്ള്, അതായത് ഈ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ എന്റെ കുട്ടികളെല്ലാവരും വീഡിയോ കണ്ട് ക്വസ്റ്റ്യൻസ് പഠിച്ച് നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറൊരു ചാപ്റ്റർ ആയിട്ടായിരിക്കും വരിക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.